സുദർശന ചേട്ടാ, ഏയ് എന്തായി കാണിക്കുന്നത്? ഹലോ. ഏയ് വേണ്ട, അയാളെ തോക്കുണ്ട്. പണ്ട് ഞാൻ അനുഭവിച്ചതാ. എന്ത് നടക്ക്. എവിടേക്കാ കൊണ്ടുപോണേ നിങ്ങള്? കാണിക്കുന്നത് നടക്ക്. കേറങ്ങോട്ട് കേറ്. അതിങ്ങതാ താരാൻ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഫോണിൽ കുത്തി നിറയ്ക്കരുത്. ഫോൺ ഹാങ് ആവും. മനസ്സിലായടാ? നിനക്കെന്താ ചെവി കേട്ടൂടെ? നിന്റെ ഈ ഫോണിൽ കുറെ നേരമായിട്ട് ബെല്ലടി കേട്ടു, പലവട്ടം. ആരാ നോക്ക്. ഇത് സാന്ദ്ര മാഡം ആണല്ലോ. ഹലോ ശ്രീലക്ഷ്മി. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഞാൻ പലതവണ വിളിച്ചു, കിട്ടിയില്ല. ഓഫീസിൽ നിന്നും വേറെ ആരും തന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ തന്നെ വിളിക്കാമെന്ന് കരുതിയതാ. ഹൗ ആർ യു ശ്രീലക്ഷ്മി? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം, താങ്ക്സ്. വെരി ഗുഡ്. ആ ശ്രീലക്ഷ്മി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചത് ഒരു സാങ്കേതിക കാര്യത്തിനാ. താനിവിടെ ഓഫീസില് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിരുന്നില്ലേ? അത് വാലിഡ് അല്ല. താനതില് സൈൻ ചെയ്യാത്തതുകൊണ്ടാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. അതുകൊണ്ട് തന്നെ തിരികെ ഓഫീസിലേക്ക് വിളിക്കാനാണ് ഞാനിപ്പോ ഫോൺ ചെയ്തത് മുഴുവൻ. യു വെരി ലക്കി ശ്രീലക്ഷ്മി. ഞാൻ തന്നെ തിരികെ വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. അവളെത്ര ലക്കിയാണെന്നല്ല, ഞാൻ എത്ര അൺലക്കിയാണെന്നാ ജീവിതം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിവിടുന്ന് പോണോന്ന് ആഗ്രഹിച്ചോ ആ ആളിനെ ഞാൻ തന്നെ മടക്കി വിളിക്കേണ്ടി വന്നു. ഇതെനിക്ക് സാറേൽപ്പിച്ച ശിക്ഷാ ഡ്യൂട്ടിയാ. ആരായിരുന്നടി വിളിച്ചത്? ഓഫീസിലേക്ക് തിരികെ ജോയിൻ ചെയ്യാൻ പറയാൻ. എങ്കിലും നീ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോയി തുടങ്ങണം. വീട്ടില് വെറുതെ ഇരുന്ന് ഈ ഫയല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? അല്ല, ഇത് നീ എന്തിന്റെ ഫയലടി നോക്കുന്നത്? ഓഫീസിലെ ഫയലാ അമ്മേ. ഇതിനെ എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കാൻ ആലോചിക്കായിരുന്നു ഞാൻ. അതാണ്, ഇത് ഓഫീസിലെ ഫയലല്ലേ? നീ ഇത് അവിടെ തന്നെ കൊണ്ടുവച്ച് നോക്കണം. ഇതാണ് ദൈവത്തിന്റെ കളി എന്ന് പറയുന്നത്. വിവാഹം മുടങ്ങിയ ആളുകൾ എന്തൊക്കെ പറഞ്ഞു, പക്ഷേ ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്.
രവി സാറ് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടണം എന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. ആർക്കറിയാം നാളെ എന്ത് സംഭവിക്കുമെന്ന്. നടക്കും വരാൻ ഇരിക്കും. സാർ എന്താ ഇതൊക്കെ? എന്തിനെങ്ങനെ? സാർ നജീൻ എന്താ വേണ്ടത്? ഗെറ്റ് ഔട്ട്. ചേട്ടൻ ഈ വെള്ളം കുടിക്ക്. വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനാണെങ്കിലും സാർ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല സാർ. ഞാനെന്തോ വലിയ അക്രമം ചെയ്ത പോലെയാണ് സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും സാറ് പറഞ്ഞതാ ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തതെന്ന്. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് സാറിന് എന്താണ് നേട്ടം? എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവുന്നത്? ചേട്ടൻ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യ. ഞാൻ നിങ്ങളെ ചെറു വിരലുകൊണ്ട് പോലും മുറിവേൽപ്പിച്ചിട്ടില്ല. എന്താ അങ്ങനെ ചെയ്തോ? ഞാൻ നോക്ക്, രവിവർമ്മൻ സാറ് നിങ്ങളോട് സംസാരിക്കാനായി 5-6 മാസമായിട്ടാ കാത്തിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ മകൾ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. പിന്നീട് നിങ്ങളുടെ ആരോഗ്യം ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും വൈകി. ഇപ്പതെ എല്ലാം ഒന്ന് ഒതുങ്ങിയ സിറ്റുവേഷന്. ഇനിയെങ്കിലും നിങ്ങൾ സംസാരിക്കണം. എന്താ പറ്റില്ലേ നിങ്ങൾക്ക്? വേണ്ട, എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ആരോടും. നിങ്ങളിങ്ങനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്നാലൊന്നും സംസാരിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് നിങ്ങളുടെ ബഹുമാനമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, രവിവർമ്മൻ സാറ് നിങ്ങളുടെ വീടിന്റെ വാതിലിന് മുമ്പിൽ വന്നു നിന്നിട്ടും നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അത് അനീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാ അല്പം ബലം പ്രയോഗിച്ചും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. സാർ യെസ്, വാട്ട്? ഇന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേട്ടേ പറ്റൂ. കേട്ടാൽ മാത്രം പോരാ, അത് സമ്മതിക്കുകയും വേണം. എന്താ പറ്റോ? പറ്റില്ല.
ഇസ് ദിസ് രാജാറാം? ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഇവിടെ പിടിച്ചോണ്ടുവരാൻ നിന്നോട് ആര് പറഞ്ഞു? ശ്രീലക്ഷ്മരാജന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? നിന്റെ തലമണ്ടയിൽ ആള് താമസമില്ല രാജാറാം. How dare you do this? ഇദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കണം നീ ഇപ്പോ. ചോദിക്കാൻ ചോദിക്കാൻ ക്ഷമിക്കണം സുദർശനൻ ചേട്ടാ, നിങ്ങൾ അപമാനിക്കാൻ വേണ്ടി ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്കെന്തോ ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോ വല്ലാത്ത വിഷമം തോന്നി. അപ്പൊ ഒരു ദുരുദ്ദേശവുമില്ലാതെ. നിന്റെ ഉദ്ദേശം എന്തു ആയിക്കോട്ടെ, ഒരു പാവ മനുഷ്യനോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് നിനക്കറിയില്ല ഇതുവരെ? അല്ലെങ്കിൽ എന്തിനാ നിന്നോട് പറയുന്നേ? നിന്നെ പോലൊരു തെരുവ് കൊണ്ടേക്ക് മാന്യതയും സംസ്കാരവും ഉണ്ടെന്ന് കരുതിയ എന്നെ വേണം തല്ല. കൊള്ളാം, തെരുവുകുണ്ട. നമ്മൾ കണ്ടുമുട്ടിയ നാളെ തന്നെ എന്നെ തെരുവുകുണ്ടാന്ന് പറഞ്ഞ് നീ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം എങ്ങനെ ആവില്ലായിരുന്നു രവി. നീ പഴയത് പലതും മറന്നുകൊണ്ടായി സംസാരിക്കുന്നത്. ഔട്ട്. Get out, I said. ശ്രീലക്ഷ്മിയുടെ ചേരിക്കണം. ഇത് കുടിക്കാം. സോറി, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വേറൊന്നും വിചാരിക്കരുത്. അവൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. രാജാറാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന് ഞാൻ എന്ത് ന്യായം പറഞ്ഞാലും എത്ര ക്ഷമ ചോദിച്ചാലും അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. താങ്കളുടെ അന്തസ്സിനും അഭിമാനത്തിനും അവൻ മുറിവേൽപ്പിച്ചു. ദയവേത് ക്ഷമിക്കണം. ഐ എം വെരി വെരി സോറി. ഇനിയും ക്ഷമ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ, പ്ലീസ്. എന്റെ മകൾ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിന് ഇത്രയൊക്കെ വില നൽകണം
ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. ഞാനോ എന്റെ മകളോ സാറിന്റെ ഈ ഓഫീസിൽ കാല് കുത്താൻ വരില്ല. ഇപ്പൊ പോവാണ്. ദയവ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോ ആ സെക്യൂരിറ്റി അമ്മാനോട് തടഞ്ഞു നിർത്തി കൊങ്ങയ്ക്ക് പിടിക്കരുതെന്ന് പറയണം, പ്ലീസ്. ഏയ്, എന്താ ശ്രീലക്ഷ്മിയുടെ ചേ പറയുന്ന? ഞാൻ തന്നെ കൊണ്ട് വീട്ടിലേക്ക് വിടാം. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ എന്റെ അഭിമാനത്തെ നിങ്ങൾ കാൽക്കീഴിലിട്ട് ചവിട്ടി ചതച്ചു കളഞ്ഞതാ. ഇനിയെങ്കിലും എന്നെ വിട്ടാ മതി. ശ്രീലക്ഷ്മിയുടെ അച്ഛ, ശ്രീലക്ഷ്മിയുടെ അച്ഛ, പ്ലീസ്. ഹലോ ഹലോ സരോജ ചേച്ചി, ഇത് ഞാനാ സഹദേവൻ. അയ്യോ, മുതലാളിയോ? എന്താ മുതലാളി? അതെ, ഇവിടെ ഒരു പ്രശ്നം നടന്നു. ആ, നമ്മുടെ സുദർശനൻ ചേട്ടനെ ആ വർമ്മൻ ഗ്രൂപ്പിലെ രാജാറാം സാറ് വന്ന് പിടിച്ചോണ്ട് പോയിരിക്കുക. ആ, അയ്യോ, പിടിച്ചോണ്ട് പോയെന്നോ? എന്തൊക്കെയാ മുതലാളി പറയുന്നേ? രാജാവ് സാർ എന്തിനാ അങ്ങേരെ പിടിച്ചോണ്ട് പോകുന്നത്? വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ മുതലാളി നടന്ന എന്താന്ന് പറഞ്ഞേ. അയ്യോ എന്റെ സരോജൻ ചേച്ചി, ഞാൻ എന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നത്? രാവിലെ വീട്ടിലെ ഗോഡൌണിൽ നിന്ന് സ്റ്റോക്ക് എടുത്ത് കടയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. സുദർശനൻ ചേട്ടന്റെ കൂടെ ബാബുവും ഉണ്ടായിരുന്നു. വരാൻ പറഞ്ഞില്ലേ? സാറിന് പിടി. അയ്യോ എന്റെ ദേവി, ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങേരെ എങ്ങോട്ട് പിടിച്ചോണ്ട് പോയെന്ന് അറിയോ മുതലാളിക്ക്? എനിക്കറിയില്ല ചേച്ചി, എവിടെ കൊണ്ടുപോയെന്നോ എന്തിനു കൊണ്ടുപോയെന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് ശ്രമിക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയാലേ എന്നെ ഉടനെ വിളിച്ചു പറഞ്ഞാൽ മതി. ശരി. എന്റെ കരിക്കുത്തിയമ്മേ, ഈ സഹദേവനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ രാജാവ് സാർ എന്തിനാ അച്ഛനെ പിടിച്ചോണ്ട് പോയത്? അങ്ങേരെ എന്ത് ചെയ്തു? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം മോളെ വിളിച്ച് കാര്യം പറയാം. ഹലോ അമ്മേ. എന്റെ മോളെ, നിന്റെ അച്ഛനെ ആ രാജാവ് സാർ കിഡ്നാപ്പം ചെയ്തടി. കിഡ്നാപ്പമോ? ആ, തട്ടിക്കൊണ്ടു പോവല്. സഹദേവ് മുതലാളിയാ ഇപ്പൊ ഇവരെ എന്നെ വിളിച്ചു പറഞ്ഞത്. എന്ത് വിളിച്ചു പറഞ്ഞു? അമ്മ കാര്യം പറയേ.
ശരി ശരി, അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കൊണ്ടുപോയത് രാജാറാം സാറല്ലേ? ആ അച്ഛനൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് വിളിക്കാം. ആ. ആദ്യം രാജാറാം സാറിനെ തന്നെ വിളിച്ചു നോക്കാം. എന്തിനാണ് ഈ അക്രമം എന്ന് അറിയണമല്ലോ. ശ്ശെ, സമയത്ത് ഈ ഫോണും വർക്ക് ചെയ്യുന്നില്ല. അച്ഛാ, അച്ഛാ, എന്തു പറ്റി അച്ഛന്? രാജാറാം സാർ എന്തിനാ അച്ഛനെ പിടിച്ചോണ്ട് പോയത്? എന്താ കാര്യം? അച്ഛൻ എന്തൊന്നും മിണ്ടാത്തത്? ഉപദ്രവിച്ചോ അച്ഛന്? എന്തായിരുന്നു വിഷയം? ഒന്നുമില്ല, വെറുതെ. വെറുതെ എന്ന് പറഞ്ഞ ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? അവർക്ക് നേരം പോക്കിനുള്ള കളിപ്പിള്ളയാണോ എന്റെ അച്ഛൻ? ഇന്ന് നോക്കിക്കോ, ഞാൻ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞ? ഏയ് വേണ്ട മോളെ, വേണ്ട. ഇനി ഇതിന്റെ പേരിൽ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. വരാനുള്ളത് വഴി തങ്ങൂല, അത്ര തന്നെ. അച്ഛാ,